അശോക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. നമുക്കറിയാം 5 ഹെഡ് ഓഫ് ഇൻകം ആണ് നമുക്കുള്ളത്. ഈ 5 ഹെഡ് ഓഫ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ ടോട്ടൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ പല ടൈപ്പ് ഓഫ് ഇൻകത്തിനെല്ലാം ഒരു ഗ്രൂപ്പിലാക്കി 5 ഹെഡ് ആക്കിയിട്ട് നമ്മൾ അതിനെ ടോട്ടൽ ഇൻകം ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ ആദ്യത്തെ ഹെഡ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഇൻകം ഫ്രം സാലറി ആണ്. അത് കഴിഞ്ഞിട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് പ്രോഫിറ്റ്സ് ഓഫ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ ആൻഡ് ഫോർത്ത് ഹെഡ് ഇസ് ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഫിഫ്ത്ത് ഇസ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. നമ്മൾ എപ്പോഴും കണക്ക് ചെയ്യുമ്പോൾ ഈ ഓർഡറിൽ വേണം നമ്മൾ ഹെഡുകൾ എഴുതി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. ആദ്യം സാലറി, പിന്നെ ഹൗസ് പ്രോപ്പർട്ടി, പിന്നെ പ്രോഫിറ്റ് ഓഫ് ഗെയിൻസ്, പിന്നെ ആണ് ക്യാപിറ്റൽ ഗെയിൻ, ലാസ്റ്റ് ആണ് നമ്മൾ എഴുതേണ്ടത് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇൻകം ഫ്രം അതർ സോഴ്സസ് നമ്മൾ എപ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഏതൊക്കെ ഇൻകം ആണോ ഈ പറയുന്ന മുമ്പിൽ പറയുന്ന 4 ഹെഡ് ഓഫ് ഇൻകത്തിൽ വരാത്തത് അതെല്ലാം 5th ഹെഡിലോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇനി നമ്മൾ അറിയേണ്ടത് എന്താണ് ഡിവിഡൻഡ് എന്നുള്ളതാണ്. ചില ടേംസും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാര്യം എക്സാമിന് തിയറി പാർട്ടിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പം എന്താണ് ഡിവിഡൻഡ് ഉള്ളതെന്ന് നമുക്ക് പലർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഒരു ലാഭം ഉണ്ടാകുമ്പോൾ ലാഭത്തിന്റെ ഒരു വീതം അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു സമ്മിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പൊ കമ്പനിക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ കച്ചവടമൊക്കെ ചെയ്ത് അവർക്ക് ലാഭം കിട്ടുമ്പോൾ അവരുടെ ഷെയർ വാങ്ങിച്ചിരിക്കുന്ന ഏത് ആണ് ഷെയർ, കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ലാഭത്തിന്റെ ഒരു വീതം അവർക്ക് കൊടുക്കുന്ന ആ വീതത്തിന് പറയുന്നതാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിവിഡൻഡിനെ നമ്മൾ 2 ആയിട്ട് പറയാറുണ്ട്. ഒന്ന് നോർമൽ ഡിവിഡൻഡ്, സെക്കൻഡ് ഇസ് ഇന്ററിം ഡിവിഡൻഡ്. മിക്കവാറും നമ്മൾ ഇന്ററിം ഡിവിഡൻഡ് കണക്ക് ചെയ്യുമ്പോൾ വരാറുണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. ഇന്ററിം ഡിവിഡൻഡിന് ഇനി സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ആണോ എന്നൊക്കെ വിചാരിക്കാറുണ്ട്. കാര്യം നമുക്ക് അത് എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ നോർമൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ആനുവൽ ജനറൽ മീറ്റിംഗിന് ജനറൽ മീറ്റിംഗ് ടൈമിന് നമ്മൾ കൊടുക്കുന്ന ഡിവിഡൻഡിനാണ് നോർമൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പം ഒരേ ഒരു ഡിഫറൻസ് ആണ്. അപ്പം ഇന്ററിം ഡിവിഡൻഡ് എന്താന്ന് ചോദിച്ചാൽ ആനുവൽ ജനറൽ മീറ്റിംഗ് ഒക്കെ നടക്കുന്നതിന് പ്രയോർ ടു ദ ആനുവൽ ജനറൽ മീറ്റിംഗ് അതിന് മുമ്പായിട്ട് കൊടുക്കുന്ന ഡിവിഡൻഡിനെയാണ് ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഇതിന്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഈ ഒരു ഫാക്ടർ വെച്ചിട്ടാണ് ഈ 2 ഡിവിഡൻഡിന്റെ വ്യത്യാസം വരുന്നത്. അപ്പൊ ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ 2 തരം ഡിവിഡൻഡ് ആണ്. ഒന്നെന്ന് പറയുന്നത് നോർമൽ ഡിവിഡൻഡ്, സെക്കൻഡ് ഇസ് ഇന്ററിം ഡിവിഡൻഡ്. അപ്പം ഭാവിയിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കണം ഇന്ററിം ഡിവിഡൻഡ് എന്താന്ന് ചോദിച്ചാൽ ആനുവൽ ജനറൽ മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പേ ആയിട്ട് കൊടുക്കുന്ന ഡിവിഡൻഡിനെയാണ് നമ്മൾ ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഡിവിഡൻഡ് എന്ന് ചോദിച്ചാൽ കമ്പനിക്ക് ഉണ്ടാകുന്ന ഒരു ലാഭത്തിന് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ആ ഒരു വീതത്തിനെ പറയുന്ന അല്ലെങ്കിൽ ഒരു സമ്മിനെ പറയുന്നതിനാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഡീംഡ് ഡിവിഡൻഡ് എന്നുള്ളത് നോക്കാം. ഇത്ര നേരം നമ്മൾ ഡിവിഡൻഡും അതിന്റെ ടൈപ്പ് ഓഫ് ഡിവിഡൻസും പറഞ്ഞു. ഇനി ഡീംഡ് ഡിവിഡൻഡ് എന്താണ്? ഇത് വരുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 22 വരുന്നത്. എപ്പോഴും സെക്ഷൻ മെൻഷൻ ചെയ്യാൻ നോക്കണം. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഡീംഡ് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ ഇതിനെ ചില പേയ്മെന്റ്സ് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി ചില പേയ്മെന്റ്സ് കൊടുക്കാറുണ്ട്. ആ പേയ്മെന്റിനെ എല്ലാം ഡിവിഡൻഡ് ആയിട്ട് കരുതപ്പെടുന്നു. ഇപ്പൊ ഇതിന് ഡിവിഡൻഡ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്നതല്ല. ചില പേയ്മെന്റ്സ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുമ്പോൾ ആ പേയ്മെന്റിനെ നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് സങ്കല്പിക്കുകയാണ് അല്ലെങ്കിൽ കരുതുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളതിനെ നമ്മൾ ഡീംഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് പേയ്മെന്റ്സ് ആണ് കമ്പനി ചെയ്യുമ്പോൾ അതിനെല്ലാം ഡിവിഡൻഡ് ആയിട്ട് കരുതപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ 5 പേയ്മെന്റ്സിനെയാണ് ഇവിടെ പറ്റി പറയുന്നത്. ആദ്യത്തെ ഷെയർ ഹോൾഡറിന് ആർക്ക് കൊടുക്കുന്ന പേയ്മെന്റ് ആണെന്ന് ചോദിച്ചാൽ ഷെയർ ഹോൾഡറിന് കൊടുക്കുന്ന പേയ്മെന്റ് ആണ്. ആദ്യം വരുന്നത് എനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കമ്പനീസ് അസറ്റ്. കമ്പനിയുടെ അസറ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണ്. ഷെയർ ഹോൾഡേഴ്സിനെ എന്തെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കരുതപ്പെടുന്നു അല്ലെങ്കിൽ ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് നമ്മൾ പറയുന്നു. സെക്കൻഡ് എന്ന് പറയുന്നത് എനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ്, deposit certificates and bonus to preference shareholders. Preference shareholders-ന് എന്തെങ്കിലും തരത്തിൽ ബോണസ് കൊടുക്കുക, അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഡിബെഞ്ചേഴ്സ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുക. ഇങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് സങ്കല്പിക്കുന്നു. തേർഡ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓൺ ലിക്വിഡേഷൻ ഓഫ് കമ്പനി. കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഡിസ്ട്രിബ്യൂഷനെയും നമ്മൾ ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് പറയുന്നു. ആൻഡ് ഫോർത്ത് ഇസ് ഡിസ്ട്രിബ്യൂഷൻ ഓൺ reduction of capital, and fifth, loan from a private company to a shareholder
ഹു ഹാസ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദ കമ്പനി. ഒരു ഷെയർ ഹോൾഡറിന് ഒരു കമ്പനിയിൽ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രൈവറ്റ് കമ്പനി എന്തെങ്കിലും തരത്തിൽ ലോണ് ഷെയർ ഹോൾഡറിന് കൊടുക്കുവാണെങ്കിൽ ആ ലോണിനെ നമ്മൾ എന്തായിട്ടാണ് ലോൺ ആയിട്ടല്ല കാണുന്നത്, മറിച്ച് ഡീംഡ് ഡിവിഡൻഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം ഈ പറയുന്ന 5 ഐറ്റംസ് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും കാണുവാണെങ്കിൽ വിചാരിച്ചോണം അത് ഡീംഡ് ഡിവിഡൻഡ് ആണ്. അപ്പൊ ജസ്റ്റ് ഇതുമായിട്ടൊന്ന് ഫെമിലിയർ ആവുക, പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു ടോപ്പിക്സുമായിട്ട് ഈ ഒരു പോയിന്റ്സുമായിട്ടൊന്ന് ഫെമിലിയർ ആയിരിക്കുക. ഇന്ന ഐറ്റംസ് ക്വസ്റ്റ്യനിൽ വന്നാൽ ഇത് ഡീംഡ് ഡിവിഡൻഡ് ആണ്, അത് ഏത് സെക്ഷനിൽ വരുന്നു എന്നുള്ള കാര്യം നമുക്ക് എപ്പോഴും ക്ലിയർ ആയിരിക്കണം. ഇനി നമുക്ക് ഡിവിഡൻഡിന്റെ ടാക്സേഷനെ പറ്റി നോക്കാം. എങ്ങനെയൊക്കെയാണ് ഈ ഡിവിഡൻഡിനെ നമുക്ക് ടാക്സിന് നമ്മൾ എടുക്കുന്നതെന്ന് എങ്ങനെ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനി. ക്വസ്റ്റ്യൻ്റെ അത് ചിലപ്പോൾ കാണുമായിരിക്കും ഇന്ത്യൻ കമ്പനിയാണ്. ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ അവർ പറയുന്നത് ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറയാറുണ്ട്. ഡൊമസ്റ്റിക് കമ്പനി നമ്മുടെ ടെറിട്ടറിന്റെ അകത്ത്, ഇന്ത്യൻ ടെറിട്ടറിന്റെ അകത്ത് വരുന്ന കമ്പനീസിനെല്ലാം നമ്മൾ ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറയും, അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനി എന്ന് പറയും. ഇന്ത്യൻ കമ്പനിക്ക് മാത്രം ഒരു ആനുകൂല്യമുണ്ട് ടാക്സ് പേ ചെയ്യുമ്പോൾ. നമുക്കിവിടെ നോക്കാം. ₹10 lakhs വരെയുള്ള ഡിവിഡൻഡ് നമുക്ക് എക്സംപ്റ്റഡ് ആണ്. എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞാൽ അത്ര എമൗണ്ടിന് നമ്മൾ ടാക്സ് കൊടുക്കണ്ട. 10 ലക്ഷം രൂപ വരെ ഉള്ളതിന് നമ്മൾ ടാക്സ് കൊടുക്കണം. മറിച്ച് ഈ ഒരു ഇന്ത്യൻ കമ്പനിയുടെ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കമ്പനിയുടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 10 lakhs കൂടുതലാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് വരാറുള്ളതാണ്. ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് 10 lakhsന് ₹1 കൂടുതലാണ്. ₹1 കൂടുതലാണെങ്കിൽ എല്ലാവർക്കും വരുന്ന ഡൗട്ട്, ഈ ₹1 ടാക്സ് ചെയ്യുന്നത്, അതും ഇത് എൻറ്റയർലി ഈ മൊത്തം എമൗണ്ടിനാണോ ടാക്സ് കൊടുക്കേണ്ടത്? അപ്പൊ നമ്മൾ എൻറ്റയർ എമൗണ്ടിനാണ് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടത്. അപ്പം ₹1 എക്സ്ട്രാ വന്നാൽ ആ എക്സ്ട്രാ വരുന്ന ₹1 നമ്മൾ ടാക്സ് കൊടുക്കുന്നത്, മറിച്ച് എൻറ്റയർ എമൗണ്ടിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. അല്ലാതെ 10 lakhs വരെ എപ്പോഴും എക്സംപ്റ്റഡ് ആണ്. എക്സ്ട്രാ വരുന്ന 2-3 രൂപ അങ്ങനെ 20, 30 അതിന് മാത്രമല്ല ടാക്സ് കൊടുക്കുന്നത്, ഫുൾ എമൗണ്ട് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. ഇനി സെക്കൻഡ് കമ്പനിയിലോട്ട് പോവാം. ദാറ്റ് ഈസ് കമ്പനി. അതിൽ വരുന്ന എല്ലാ ഡിവിഡൻഡ്, ഫോറിൻ കമ്പനി കൊടുക്കുന്ന എല്ലാ ഡിവിഡൻസ് നമുക്ക് ടാക്സബിൾ ആയിരിക്കും. ആൻഡ് തേർഡ് വൺ ഇസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കൊടുക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡ് എപ്പോഴും ടാക്സബിൾ തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് കുറച്ചെങ്കിലും ആനുകൂല്യം കിട്ടുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് കമ്പനി അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനിയിലാണ് നമുക്ക് കുറച്ചെങ്കിലും എക്സംഷൻ കിട്ടുന്നത്. അപ്പൊ നമുക്കത് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കാം. അപ്പം ഇവിടെ നമ്മൾ പറയുന്നത് ടാക്സേഷൻ ഓഫ് ഡിവിഡൻഡ് ആണ്. ഇപ്പൊ 3 ടൈപ്പ് ഓഫ് കമ്പനീസ് ഉണ്ട്, 3 ടൈപ്പ് ഓഫ് ഹെഡ് ഉണ്ട്. ആദ്യം പറയുന്നത് ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കമ്പനി എന്ന് ക്വസ്റ്റ്യനിൽ പറയും. അപ്പൊ അവിടെ പറയുമ്പോൾ 10 ലക്ഷം രൂപ വരെ എക്സംപ്റ്റഡ് ആണ്. ആൻസർ എഴുതുമ്പോൾ മെയിൻ ആയിട്ട് സെക്ഷൻ 10 സബ്സെക്ഷൻ 34 എഴുതണം. അത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പവും കൂടെ ആയിരിക്കും. അപ്പൊ സെക്ഷൻ 10 സബ്സെക്ഷൻ 34 മെൻഷൻ ചെയ്യണം. അപ്പൊ 10 ലക്ഷം രൂപ വരെ ഡിവിഡൻഡ് കൊടുക്കുന്നതിന് നമ്മൾ ടാക്സ് കൊടുക്കണ്ട, ഇറ്റ് ഇസ് എക്സംപ്റ്റഡ്. മറിച്ച് അതിൽ ₹1 എക്സ്ട്രാ വന്നത് എൻറ്റയർ എമൗണ്ടിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. ആൻഡ് സെക്കൻഡ് ഇസ് എ ഫോറിൻ കമ്പനി. ഇവിടെ എന്തെങ്കിലും ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് തന്നെ വരും. ആൻഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇനി 2, 3, 4, 5 രൂപയാണെങ്കിൽ പോലും അതിന് നമുക്ക് ടാക്സ് പേ ചെയ്യേണ്ടി വരും. അപ്പൊ കുറച്ചെങ്കിലും ഒരു എക്സംഷൻ കാര്യം കിട്ടുന്നത് ഡൊമസ്റ്റിക് കമ്പനിക്ക് മാത്രമാണ്. അത് എത്ര രൂപ വരെ എന്ന് ചോദിച്ചാൽ 10 ലക്ഷം രൂപ വരെ. അപ്പൊ ക്വസ്റ്റ്യൻ വരുമ്പോൾ അവർ ചോദിക്കാനുള്ള ചാൻസ് എന്തെങ്കിലും ഇതേപോലെ മെൻഷൻ ചെയ്തിട്ട് ഡൊമസ്റ്റിക് കമ്പനിയോ അല്ലെങ്കിൽ എക്സ് ലിമിറ്റഡ് കമ്പനിന്നോ അല്ല രാജ് ലിമിറ്റഡ് കമ്പനി ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ എന്നോ എന്തെങ്കിലും പറഞ്ഞിരിക്കും. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ 10 ലക്ഷം രൂപയുടെ സംഭവം നമ്മൾ ആൻസറിൽ മെൻഷൻ ചെയ്യണം. ഞാൻ പിന്നെ ഒരു കാര്യം പറയുന്നത്, ആൻസർ നമ്മൾ എഴുതുമ്പോൾ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് നമ്മൾ താഴെ ഒരു നോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതൊരു മെൻഷൻ ചെയ്യണം. എക്സ്ട്രാ എന്തെങ്കിലും നോട്ട്സും കാര്യങ്ങളും എക്സ്പ്ലനേഷൻ. കാര്യം നമ്മൾ ആൻസറിൽ ടാക്സ് എഴുതുമ്പോൾ നമുക്ക് ആ ഒരു ഒറ്റ പോയിന്റിൽ തന്നെ എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ ആ ഒരു ഹെഡ് എഴുതും, അതിന്റെ നേരെയുള്ള എമൗണ്ട് എഴുതും, അങ്ങനെയാണ് പോകുന്നത്. താഴെ ഒരു എക്സ്ട്രാ ഒരു നോട്ട് കൂടെ കൊടുക്കണം. ഇപ്പൊ നോട്ട് അത് ഞാൻ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിലോട്ട് കടക്കുമ്പോൾ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടതെന്ന്. എപ്പോഴും നോട്ട് എഴുതാൻ നോക്കണം. അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ആ ഒരു ആൻസർ താഴെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിനും കൂടെ മാർക്ക് വീഴും. അപ്പോൾ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഡിവിഡൻഡ് ഒക്കെ നമ്മൾ എവിടെ കാണിക്കുന്നു ചോദിച്ചാൽ ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്.
ക്വസ്റ്റ്യൻ്റെ ഡിവിഡൻഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ സ്ട്രൈക്ക് ആവേണ്ടത് ഇത് ഏത് ഹെഡ് ഓഫ് ഇൻകത്തിലാണെന്ന് ചോദിച്ചാൽ ഇൻകം ഫ്രം അതർ സോഴ്സസിലോട്ടാണ് പോകുന്നത്. അല്ലാതെ ഇൻകം ഫ്രം സാലറി അല്ലെങ്കിൽ ബിസിനസ് പ്രൊഫഷൻ ഏതൊക്കെ നമുക്കൊരു ബിസിനസ് ചെയ്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഡിവിഡൻഡ് ആണെന്ന് വിചാരിച്ച് ഒരിക്കലും നമ്മൾ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് എന്ന് പറഞ്ഞാൽ ആ ഹെഡിന്റെ അകത്തോട്ട് വിടരുത്. എവിടെ എന്ന് ചോദിച്ചാൽ ഇൻകം ഫ്രം അതർ സോഴ്സസിന്റെ ഹെഡിന്റെ അകത്താണ് ഈ 3 കാര്യം നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇൻകം ഫ്രം വിന്നിങ്സ് ഫ്രം ലോട്ടറീസ്, ക്രോസ്വേർഡ് പസിൽസ്, റേസസ്. കാര്യം എന്ന് വെച്ചാൽ ലോട്ടറീസ്, ക്രോസ്വേർഡ് പസിൽസ്, റേസസ് ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെല്ലാം നമ്മൾ എവിടെ കാണിക്കുന്നു ചോദിച്ചാൽ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്ന ഹെഡിന്റെ അകത്താണ് വരുന്നത്. അപ്പൊ പ്രോബ്ലത്തിന്റെ അകത്ത് ഇങ്ങനെ ഒരു ഐറ്റം കണ്ടാൽ പെട്ടെന്ന് തന്നെ വിചാരിച്ചോണം ഏത് ടൈപ്പ് ഓഫ് ഹെഡ് ഓഫ് ഇൻകത്തിൽ വരുമെന്ന് ചോദിച്ചാൽ ഇൻകം ഫ്രം അതർ സോഴ്സസിന്റെ അകത്താണ് വരുന്നത്. ഇനി നമുക്കിത് എങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ പോയിന്റ് പറയുന്നത് നോ എക്സ്പെൻസസ് ആർ അലൗഡ്. പറയുന്നത് എന്താണ്? എക്സ്പെൻസ് ഒന്നും അലൗഡ് അല്ല. ഇപ്പൊ ഞാൻ പോയി ലോട്ടറി ടിക്കറ്റ് വാങ്ങിക്കാൻ പോകുന്നതിന്റെ ചെലവ്, എനിക്ക് ടിക്കറ്റിന് ചെലവായ എമൗണ്ട്, ഞാനൊരു ഓട്ടോ പിടിച്ച് ലോട്ടറി കട വരെ പോയതിന്റെ ചെലവ്, ഇങ്ങനെയുള്ള എക്സ്പെൻസുകളൊന്നും കുറയ്ക്കാൻ പറ്റത്തില്ല ഇതിന്റെ അകത്ത്. ഇപ്പൊ വേറെ മറ്റു ചില ഇൻകത്തിന്റെ ഒക്കെ ആണെങ്കിൽ എനിക്ക് എന്തെങ്കിലും എക്സ്പെൻസോ കാര്യങ്ങൾ, ഇപ്പൊ ഹൗസ് പ്രോപ്പർട്ടി തന്നെ എടുക്കാം, ഞാനിപ്പം വീട് എടുക്കുന്നു, അതിന്റെ എനിക്ക് റിപ്പയർസ് മെയിൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ചെലവ്, അതിൻ്റെ അകത്ത് ഇത്രയും ഒരു എമൗണ്ടോടെ നമുക്ക് അതിൻ്റെ അകത്ത് കുറയ്ക്കാൻ പറ്റും. പക്ഷെ കുറച്ചിട്ട് ബാക്കി കിട്ടുന്ന എമൗണ്ടിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എക്സ്പെൻസസ് ഒന്നും നമുക്കിവിടെ അലൗഡ് അല്ല. ഇപ്പം ഇങ്ങനെയുള്ള ഗെയിം, ഇപ്പം റേസസ് ആയാലും കാർഡ് ഗെയിം ആണെങ്കിലും ബെറ്റിങ്, ഗാംബ്ലിങ്, അങ്ങനെ ചൂതാട്ടം അങ്ങനെയുള്ളതിനൊന്നും നമുക്ക് എക്സ്പെൻസ് ഒന്നും കുറച്ച് ബാക്കിയുള്ള ഇൻകം കാണിക്കാൻ പറ്റത്തില്ല. മറിച്ച് എക്സ്പെൻസസ് ഒന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണിക്കാനേ പറ്റത്തില്ല. ഈ ഒരു പോയിന്റ് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ലോട്ടറീസ്, ക്രോസ്വേർഡ് പസിൽസ്, കാർഡ് ഗെയിംസ്, ഗാംബ്ലിംഗ് ഓർ ബെറ്റിംഗ് എക്സീസ് ₹10,000. എപ്പോഴാണ് ഇത് ടാക്സിബിൾ ആവുന്നതെന്ന് ചോദിച്ചാൽ 10,000 രൂപയെക്കാട്ടിലും കൂടുതലാവുമ്പോൾ, 10,000 രൂപ വരെ ടാക്സ് കൊടുക്കണ്ട. പക്ഷെ 10,000 രൂപയിൽ 1 രൂപ കൂടിയാൽ എൻറ്റയർ എമൗണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എൻറ്റയർ എമൗണ്ട് ടാക്സിബിൾ, മുഴുവൻ എമൗണ്ട് ടാക്സിബിൾ ആവുന്നു. അപ്പൊ ഏതിലാണ് 10,000 rupees എന്നുള്ള സംഭവം വരുന്നതെന്ന് ചോദിച്ചാൽ പസിൽസ്, ക്രോസ്വേർഡ് പസിൽസ്, ലോട്ടറീസ്, കാർഡ് ഗെയിംസ്, ഗാംബ്ലിംഗ് ഓർ ബെറ്റിംഗ്, ഈ പറയുന്നതിന് 10,000 rupeesനെക്കാട്ടിലും എക്സീഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. പിന്നെ പറയുന്നത് ഇൻകം ഫ്രം വിന്നിങ് ഫ്രം റേസ് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ട്. മിക്കവാറും നമ്മൾ നോർത്ത് ഇന്ത്യയിൽ അവിടെ റേസ് ഹോഴ്സിന് കുതിര വെച്ചിട്ടുള്ള റേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന, ഇപ്പൊ ഞാൻ ബെറ്റ് വെച്ചിട്ട് എനിക്ക് അതിൽ നിന്ന് എന്റെ ഹോഴ്സ് ജയിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന അതിൽ നിന്നുള്ള ഇൻകം, അങ്ങനെയുള്ളതിനൊക്കെ 5,000 രൂപ കൂടുതൽ, 5,000 rupees എക്സീഡ് ആവുമ്പോഴാണ് എനിക്ക് ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത്. എത്ര രൂപയാണ് ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ 30% എന്ന് പറഞ്ഞാൽ TDS. TDS എന്താണെന്ന് ചോദിച്ചാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം എനിക്കൊരു ലോട്ടറി അടിക്കണം, മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എനിക്ക് ലോട്ടറി അടിക്കുകയാണ്, അപ്പം ഞാൻ 1,00,000 രൂപയാണ് എനിക്ക് അടിക്കുന്നതെന്ന് വിചാരിച്ചോ, അതിൽ ഓൾറെഡി 30% കുറച്ചിട്ട് ബാക്കി എമൗണ്ട് മാത്രമേ എനിക്ക് തരത്തുള്ളൂ. അപ്പോൾ ഒരു 30,000 രൂപ അപ്പം തന്നെ ഞാൻ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്, അപ്പം തന്നെ 30,000 ഡിഡക്ട് ചെയ്തിട്ട് ബാക്കി 70,000 മാത്രമേ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പം ഇതാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻകം ഫ്രം വിന്നിങ് ഫ്രം ലോട്ടറി, ക്രോസ്വേർഡ് പസിൽസ്, റേസസ് ഇതിനൊന്നും എക്സ്പെൻസ് അലൗഡ് അല്ല. എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ഡിഡക്ട് ചെയ്യാൻ കഴിയില്ല. സെക്കൻഡ് എന്ന് പറയുന്നത് ലോട്ടറീസ്, ക്രോസ്വേർഡ് പസിൽസ്, കാർഡ് ഗെയിംസ്, ഗാംബ്ലിംഗ് ഓർ ബെറ്റിംഗ്, ബെറ്റ് വെക്കുകയോ അല്ലെങ്കിൽ ഗാംബ്ലിംഗ് ചെയ്യോ, അത് 10,000 rupees എക്സീഡ് ആവുമ്പോഴാണ് നമുക്ക് ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത്. ആൻഡ് തേർഡ് ഈസ് ഇൻകം ഫ്രം വിന്നിംഗ് ഫ്രം റേസ് ഹൗസ് എക്സീസ് ₹5,000. എന്താണ് 5,000 rupeesനെക്കാട്ടിലും എക്സീഡ് ചെയ്യുമ്പോഴാണ് ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ 30% TDS ആണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. ഇനി ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം, കാര്യം ഇത് നമ്മൾ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്, നിസ്സാരം പോലെ ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഗിഫ്റ്റ് ആണ്. ഗിഫ്റ്റ് എന്നുള്ള ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഗിഫ്റ്റിന്റെ എമൗണ്ട് കാണിക്കുമ്പോൾ നമുക്കിത് എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഗിഫ്റ്റ് എന്താണെന്ന് അറിയണം. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്കാണ്. ആരെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ട് തരുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആവാറുണ്ട്. പക്ഷെ എന്താണ് ഗിഫ്റ്റ് എന്നുള്ള ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ എന്താണ് വാട്ട് ഈസ് ഗിഫ്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ പറയുന്നത് വെച്ചാൽ ഗിഫ്റ്റ് ഈസ് ട്രാൻസ്ഫർ ഓഫ്
money or property made voluntarily and without consideration by one person to another. ഇവിടെ എന്താ മനസ്സിലായെന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അത് മണി അല്ലെങ്കിൽ പ്രോപ്പർട്ടി ആവാം. എന്താണ്, പൈസ ആയിട്ടോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ആയിട്ടോ നമുക്ക് കൊടുക്കാം. പൈസ ആയിട്ട് തന്നെ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്നില്ല. മിക്കവാറും നമ്മൾ കല്യാണത്തിന് നമ്മൾ എങ്ങനെയാണ് ഗിഫ്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ സാധനമായിട്ട് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ എന്താണ്, പ്രോപ്പർട്ടി ആയിട്ട് ചിലർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പം ട്രാൻസ്ഫർ ഓഫ് മണി ഓർ പ്രോപ്പർട്ടി മെയ്ഡ് വോളണ്ടിയർലി എന്ന് പറഞ്ഞാൽ വേണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യം. മെയ്ഡ് വോളണ്ടിയർലി ആൻഡ് വിത്തൗട്ട് കൺസിഡറേഷൻ. ഞാനിത് കൊടുക്കുമ്പോൾ ആ വ്യക്തി എനിക്ക് എന്തെങ്കിലും തിരിച്ചു തരും എന്നുള്ള പ്രതീക്ഷ ഇല്ലാതെ ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലോട്ട് കൊടുക്കുന്നതിനാണ് നമ്മൾ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് മണി ഓർ പ്രോപ്പർട്ടി മെയ്ഡ് വോളണ്ടിയർലി ആൻഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ബൈ വൺ പേഴ്സൺ ടു അനദർ. അപ്പൊ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. ഇനി നമുക്ക് നോക്കേണ്ടത്, എപ്പോഴും ഗിഫ്റ്റ് എന്ന് പറയുന്നത് ടാക്സബിൾ ആയിരിക്കും. നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയാൽ അതിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. സോ ഗിഫ്റ്റ് ഇസ് ഫുള്ളി ആൻഡ് കംപ്ലീറ്റ്ലി ടാക്സബിൾ. പക്ഷെ ചില എക്സംഷൻസ് ഉണ്ട്. ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയാൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട സാഹചര്യം ഇല്ല. അത് എപ്പോഴൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ്, ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഡസ് നോട്ട് എക്സീഡ് ₹50,000. എനിക്ക് പ്രീവിയസ് ഇയറിൽ അല്ലെങ്കിൽ പ്രീവിയസ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഏത് ഇതാണ് ഞാൻ പ്രീവിയസ് ഇയർ ആയിട്ട് എടുക്കുന്നത്, ആ ഇയറിൽ എനിക്ക് കിട്ടുന്ന ഗിഫ്റ്റ് 50,000 രൂപയെ കാട്ടിലും കൂടാതിരുന്നാൽ എനിക്ക് ടാക്സ് കൊടുക്കണ്ട. എന്ന് പറഞ്ഞാൽ 50,000 rupees വരെയുള്ള എമൗണ്ടിന് എനിക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ഇറ്റ് ഇസ് ഓൾവേസ് എക്സംപ്റ്റഡ് അപ് ടു ₹50,000. പക്ഷെ 50,000 rupees ഞാൻ മുമ്പേ പറഞ്ഞു, 1 രൂപയെങ്കിലും കൂടിയാൽ the entire amount is taxable. അപ്പോൾ 1 രൂപയെങ്കിലും കൂടുവാണെങ്കിൽ ആ മൊത്തം എമൗണ്ടിന് ഞാൻ ടാക്സ് കൊടുക്കേണ്ടി വരും. പക്ഷെ 50,000 രൂപ വരെ 50,000 rupees വരെ എനിക്ക് ടാക്സ് കൊടുക്കണ്ട. ഇറ്റ് ഇസ് exempted. അപ്പൊ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഡസ് നോട്ട് എക്സീഡ് ₹50,000. ആ കിട്ടുന്ന ഗിഫ്റ്റ് ക്യാഷ് ഓർ ഇൻ കൈൻഡ് ആവാം. പൈസ ആയിട്ട് തരാം അല്ലെങ്കിൽ സാധനമായിട്ട് തരാം. അതാണ് ക്യാഷ് ഓർ ഇൻ കൈൻഡ് ആവാം. അല്ല പൈസ ആയിട്ട് എനിക്ക് 50,000 രൂപ, അപ്പൊ ഞാൻ റിസീവ് ചെയ്യുന്ന സാധനത്തിന്റെ മൂല്യം 50,000 രൂപ വരെ ആണെങ്കിൽ എനിക്ക് ടാക്സ് കൊടുക്കണ്ട. മറിച്ച് പൈസ ആയിട്ട് തരുവാണെങ്കിൽ പോലും അപ് ടു 50,000 rupees എനിക്ക് ടാക്സ് കൊടുക്കണ്ട. ആൻഡ് സെക്കൻഡ് പോയിന്റ് ഇസ് ഗിഫ്റ്റ് ഫ്രം എ റിലേറ്റീവ്. എനിക്ക് എൻ്റെ ഒരു ബന്ധുവിന്റെ കയ്യിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടുവാണ്, അതിന് എനിക്ക് ടാക്സ് കൊടുക്കണ്ട. അപ്പം ഇൻകം ടാക്സ് അതോറിറ്റിക്കാർ വന്നിട്ട് ചോദിക്കുകയാണ്, ആരാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് തന്നെ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കുഞ്ഞമ്മയുടെ മോൻ്റെ മോൻ അങ്ങനെ പറയാൻ പറ്റത്തില്ല. റിലേറ്റീവ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് അവർ പറയുന്നുണ്ട് ആരൊക്കെയാണ് നമ്മുടെ റിലേറ്റീവ് എന്ന്. ഇപ്പം നമ്മുടെ മോൻ മോളാവാം, പിന്നെ ഹസ്ബൻഡ് ആവാം. ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഹസ്ബൻഡ് റിലേറ്റീവ് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ എൻ്റെ മക്കളുടെ മക്കള്, അങ്ങനെ എൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, അവരെല്ലാം റിലേറ്റീവ് ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ മോൻ്റെ ഭാര്യ, മോളുടെ ഭാര്യ, ഇവരൊക്കെയാണ് റിലേറ്റീവ് ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ പറയുന്ന റിലേറ്റീവ് എന്ന ഡെഫിനിഷൻ്റെ അകത്ത് വരുന്ന ആളുകളെല്ലാം അവരിൽ നിന്നാണ് ഞാൻ ഗിഫ്റ്റ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ടാക്സ് കൊടുക്കണ്ട. അപ്പോഴും ഈ ക്രൈറ്റീരിയ കിടപ്പുണ്ട്. ആൻഡ് തേർഡ് ഇസ് ഒക്കേഷൻ ഓഫ് മാരേജ്. എൻ്റെ മാരേജ് ഒക്കേഷനിൽ എനിക്ക് എൻ്റെ വിവാഹ സമയത്താണ് ഞാനൊരു ഗിഫ്റ്റ് റിസീവ് ചെയ്യുന്നതെങ്കിൽ അതിന് എനിക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഫോർത്ത് ഇസ് വിൽ ഓർ ഇൻഹെറിറ്റൻസ്. ആരെങ്കിലും എനിക്ക് എഴുതി വെച്ചോ അല്ലെങ്കിൽ എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സ്വത്തോ അല്ലെങ്കിൽ പൈസ എന്തെങ്കിലും ആണെങ്കിൽ അതിന് എനിക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ലോക്കൽ അതോറിറ്റിയിൽ നിന്ന് ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റോ എനിക്ക് എന്തെങ്കിലും പൈസ വരെയായിട്ട് കിട്ടുവാണെങ്കിൽ അതും ടാക്സബിൾ അല്ല. ട്രസ്റ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 12AA. ഏതെങ്കിലും ട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എനിക്ക് പൈസ ഒരു ഗിഫ്റ്റ് തരുവാണ്, അതിനും എനിക്ക് ടാക്സ് കൊടുക്കണ്ട. പക്ഷെ ഏതെങ്കിലും ട്രസ്റ്റോ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാൻ പാടില്ല. അത് എന്താണെങ്കിൽ രജിസ്റ്റേർഡ് അണ്ടർ, ഏത് സെക്ഷനിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രസ്റ്റോ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം, 12AA വരുന്നതായിരിക്കണം. ആൻഡ് ലാസ്റ്റ് ഇസ് ഫൗണ്ടേഷൻ ഓർ യൂണിവേഴ്സിറ്റി ഓർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഹോസ്പിറ്റൽ. ഈ പറയുന്ന ഹോസ്പിറ്റലിൽ നിന്നോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫൗണ്ടേഷനിൽ നിന്നോ ഞാൻ ഗിഫ്റ്റ് റിസീവ് ചെയ്യുകയാണെങ്കിൽ അതും എക്സെപ്റ്റഡ് അണ്ടർ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ദീസ് ആർ ദ 7 points which comes under the head exemptions.
അപ്പം ഇതാണ് ഗിഫ്റ്റ്. ഗിഫ്റ്റിന്റെ ഡെഫിനിഷൻ ഇതാണ്. അപ്പൊ എന്താണ് ഗിഫ്റ്റ് എന്ന് ചോദിച്ചാൽ ഇത് എഴുതുക. അത് എന്താണ് ടാക്സബിൾ എന്ന് പറയാം. എക്സെപ്ഷൻ ചിലപ്പോൾ തിയറി പാർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം, ടാക്സബിൾ വെദർ ഗിഫ്റ്റ് ഇസ് ടാക്സബിൾ ഓർ നോട്ട്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ എന്താണ് ഗിഫ്റ്റ് എന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് പോലെ എഴുതണം. അത് നിങ്ങളുടെ ആൻസർ പ്രസന്റേഷനെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ് നോക്കാം. 4 ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ആണ് ഉള്ളത്. അപ്പം ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഉണ്ട്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഉണ്ട്, ടാക്സ് ഫ്രീ കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ് ഉണ്ട്, ലാസ്റ്റ് ലെസ് ടാക്സ് സെക്യൂരിറ്റീസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ സെക്യൂരിറ്റീസിന്റെ കാര്യം പറയുന്നത് സെക്യൂരിറ്റീസിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് ഉണ്ടല്ലോ, അതിൽ നമ്മൾ ടാക്സ് കൊടുക്കണോ വേണ്ടേ എന്നുള്ള കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പ്രോബ്ലത്തിൽ വരുന്ന ഒരു കാര്യമാണ്, ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോവരുത്. അപ്പൊ ആദ്യം പറയുന്നത് ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ്. വളരെ സിമ്പിൾ ആണ്. ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എപ്പോഴും ഫുള്ളി എക്സംപ്റ്റഡ് ആയിരിക്കും. ഈ ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുവാണെങ്കിൽ എന്താണ്, നമ്മൾ അതിന് ടാക്സ്, അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എമൗണ്ടിന് നമ്മൾ ടാക്സ് കൊടുക്കണ്ട. അപ്പം എന്തെങ്കിലും നമ്മുടെ ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പലിശ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിന് നമ്മൾ ടാക്സ് കൊടുക്കണ്ട. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് ഏത് സെക്ഷനിലാണ് എക്സംപ്റ്റഡ് എന്ന് ചോദിച്ചാൽ സെക്ഷൻ 10 സബ്സെക്ഷൻ 15 ആണ്. അപ്പൊ ഇങ്ങനെയുള്ള മാറ്റേഴ്സ് ഒക്കെ നിങ്ങൾ ഒരു എക്സ്ട്രാ നോട്ട് പോലെ എഴുതുമ്പോഴും അല്ലെങ്കിൽ ആൻസർ പ്രസന്റേഷൻ്റെ അകത്ത് വരുമ്പോഴും നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത് ഈ സെക്ഷൻ ആണ്. അപ്പം ഏതിൻ്റെ അകത്ത് എക്സംപ്റ്റഡ് ആണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 10 സബ്സെക്ഷൻ 15 ആണ്. അപ്പം ആദ്യം പറയുന്നത് 12-year നാഷണൽ സേവിങ്സ് ആന്യൂറ്റി സർട്ടിഫിക്കറ്റ്സ്. ഇങ്ങനെയുള്ള ഒരു ഇതാണെങ്കിൽ അത് ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റി ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിന് ടാക്സ് കൊടുക്കേണ്ട. സെക്കൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രോബ്ലത്തിന്റെ അകത്ത് വരാൻ ചാൻസ് ഉള്ളതാണ്, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അതിൻ്റെ അകത്ത് ഇൻഡിവിജ്വൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 3500 വരെ എക്സംപ്റ്റഡ് ആണ്. അതുപോലെ ജോയിന്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ 7000 rupees വരെ എക്സംപ്റ്റഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ ചിലരൊക്കെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് പൈസ സേവിങ്സ് ഒക്കെ ആയിട്ട് ഇടുന്നവരുണ്ടായിരിക്കും. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എമൗണ്ടിൽ 3500 rupees വരെ എക്സംപ്റ്റഡ് ആണ്. അതുപോലെ ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ 7000 rupees വരെ എക്സംപ്റ്റഡ് ആയിരിക്കും. അതുപോലെ ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ട്സ്, സ്പെഷ്യൽ ഡെപ്പോസിറ്റ് സ്കീം, അങ്ങനെ കുറെ സെക്യൂരിറ്റീസ് ഉണ്ട്. ആ ഒരു പേരുകളായിട്ട് ഫെമിലിയർ ആയിട്ട് ഇരിക്കുക. കാര്യം ക്വസ്റ്റ്യൻ്റെ അകത്ത് എടുത്ത് പറയത്തില്ല ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റി എന്ന് പറയത്തില്ല. അതിൻ്റെ അകത്തുള്ള ആ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ആയിരിക്കും ക്വസ്റ്റ്യൻ്റെ അകത്ത് വരുന്നത്. അപ്പം അത് ഏത് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസിലാണ് വരുന്നതെന്ന് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാൻ പഠിക്കണം. സെക്കൻഡ് എന്ന് പറയുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആയതുകൊണ്ട് ടാക്സ് കൊടുക്കണ്ട അങ്ങനത്തെ അല്ല. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. ഫുള്ളി ടാക്സബിളും ആണ്. അതിൻ്റെ അകത്ത് TDSഉം ഇല്ല. TDS കൊടുക്കണ്ട, പക്ഷെ ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. അപ്പം ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസിന് തൊട്ട് മുമ്പേ ടാക്സ് ഫ്രീ എന്നുള്ളൊരു വാക്ക് വരുമ്പോൾ മാത്രമാണ് അത് എക്സംപ്റ്റഡ് ആവുന്നത്. അതുപോലെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് ഇസ് ടാക്സ് ഫ്രീ കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ്. ടാക്സ് ഫ്രീ കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പം ടാക്സ് ഫ്രീ എന്ന് കേൾക്കുമ്പം അതിന് ടാക്സ് കൊടുക്കണ്ട എന്നുള്ളൊരു അർത്ഥമില്ല. ഇവിടെ വേറൊരു അർത്ഥമാണുള്ളത്. ഇത് ആരാ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് കമ്പനീസ് അല്ലെങ്കിൽ കോർപ്പറേഷൻസ് ആയിരിക്കും. അപ്പൊ ഇതിന് ടാക്സ് ആരാ പേ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻസ് തന്നെയായിരിക്കും ടാക്സ് കൊടുക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇൻവെസ്റ്ററിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്ററിന് ടാക്സ് കൊടുക്കണ്ടേ ഇതിൻ്റെ അകത്ത്. ആരാ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻസ് ആയിരിക്കും. അവരായിരിക്കും ആരാണ് ഈ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നത്, അവർ തന്നെ ആയിരിക്കും ഗവൺമെന്റിന് ടാക്സ് പേ ചെയ്യുന്നത്. ഇൻവെസ്റ്ററിന് ടാക്സ് ഒന്നും കൊടുക്കണ്ട. അപ്പൊ ഇൻവെസ്റ്ററിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ടാക്സ് ഒന്നും ഇല്ല, മറിച്ച് കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻ ആയിരിക്കും ടാക്സ് പേ ചെയ്യുന്നത്. അതിന് നമുക്ക് ലാസ്റ്റ് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് നോക്കാം. അതാണ് ലെസ് ടാക്സ് സെക്യൂരിറ്റീസ്. ഇതിൻ്റെ അകത്ത് ടാക്സ് കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു പ്രിസ്ക്രൈബ്ഡ് റേറ്റിൽ നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടി വരും. എത്ര റേറ്റിലാണെന്ന് ചോദിച്ചാൽ 10%. 10% ആണ് ഇവിടുത്തെ ടാക്സിന്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ദീസ് ആർ ദ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ്. വി ഹാവ് 4 types of securities. First is tax free government securities, second government securities, and third is tax free commercial securities, and fourth is less tax securities. അപ്പം ഇത് ഇത്ര ഫെമിലിയർ ആവും. ഇതിൻ്റെ അകത്ത് എക്സംപ്റ്റഡ് എന്ന് പറയുന്നത് ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ്. ഇതിനകത്ത് നിങ്ങൾ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉറപ്പായിട്ട് മിക്കവാറുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ്. ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണെങ്കിൽ 3500 രൂപ വരെ എക്സംപ്റ്റഡ് ആയിരിക്കും. ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന നമ്മൾ ഈ പറയുന്ന എമൗണ്ട് ഒക്കെ ഏതാണെന്ന് ചോദിച്ചാൽ പലിശയാണ്, ഇൻട്രസ്റ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. അതിൽ 7000 rupees ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ 7000 rupees വരെ നമുക്ക് ടാക്സ് പേ ചെയ്യേണ്ട.
പിന്നെ ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ട്സ് ഉണ്ട്, സ്പെഷ്യൽ ഡെപ്പോസിറ്റ് സ്കീം ഉണ്ട്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ എപ്പോഴും അത് ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. ആൻഡ് ടാക്സ് ഫ്രീ കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ ഇത് ആരാ ഇതിനകത്ത് ടാക്സ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ കമ്പനീസും കോർപ്പറേഷൻസ് ആയിരിക്കും കൊടുക്കുന്നത്. ഇൻവെസ്റ്ററിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ടാക്സ് ഫ്രീ ആണ്. പിന്നെ ലെസ് ടാക്സ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ TDS 10% ഒരു പ്രിസ്ക്രൈബ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ മാത്രം നമ്മൾ എന്താണ് ടാക്സ് പേ ചെയ്താൽ മതി. അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് TDS എന്ന് പറയുന്നത് 10% ആണ്. തിയറി പാർട്ടിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻസ്. നമ്മൾ പ്രീവിയസ് ഇയറിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോഴും ചിലർക്ക് അതിനെപ്പറ്റി അത്ര ഐഡിയ ഇല്ല. ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തൊട്ട് മുമ്പേ പറഞ്ഞ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് പറഞ്ഞു, അതിനകത്ത് ഇൻട്രസ്റ്റിൽ നമ്മൾ ഇത്ര ശതമാനം ടാക്സ് കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ കയ്യിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ഇപ്പൊ ഇത്രാം തീയതി ആവുമ്പോൾ ഞാൻ ടാക്സ് ഗവൺമെന്റിന് കൊടുക്കേണ്ടി വരും. എനിക്ക് ആ സെക്യൂരിറ്റിയിൽ നിന്ന് കിട്ടുന്ന പലിശയിൽ വെച്ചിട്ട് അതിലൊരു വീതം ഞാൻ ടാക്സ് ആയിട്ട് ഗവൺമെന്റിന് കൊടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്റെ ആ ഒരു ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ടാക്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ കയ്യിലുള്ള സെക്യൂരിറ്റീനെ ഞാൻ വേറൊരാൾക്ക് കൊടുക്കുന്നു. ആ ആൾക്ക് ഞാൻ കൊടുക്കുന്ന ആർക്കാണോ ആ വ്യക്തിക്ക് ടോട്ടൽ ഇൻകം വളരെ കുറവായിരിക്കും, ഞാൻ ഒരു ചെറിയൊരു ഇൻകം. അപ്പൊ ആ വ്യക്തിക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ടാക്സ് പേയ്മെന്റിന്റെ തീയതി കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, കൊടുത്ത ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് തന്നെ എന്റെ സെക്യൂരിറ്റീനെ തിരിച്ചു വാങ്ങിക്കുന്നു. അപ്പൊ ഞാൻ ടാക്സ് കൊടുക്കണ്ടല്ലോ. മറ്റാൾക്ക് ഇൻകം കുറവായതുകൊണ്ട് ആ വ്യക്തിക്ക് ടാക്സ് കൊടുക്കേണ്ടി വരത്തില്ല. അപ്പൊ ടാക്സ് പേയ്മെന്റിന്റെ തീയതി കഴിയുമ്പോൾ തിരിച്ച് ഞാൻ ആ സെക്യൂരിറ്റീനെ എന്റെ കയ്യിലോട്ട് തിരിച്ചു വാങ്ങിക്കുന്നു. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവേഷൻ ഓഫ് ടാക്സ് ആണ്. ഞാനിത് എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചാൽ ടാക്സ് കൊടുക്കുന്നതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി ചെയ്തതാണ്. അപ്പൊ ഇവിടെ ടാക്സ് കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ ടാക്സ് കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് എന്താണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഗവൺമെന്റിന് ഇങ്ങനെ ഒരു കാര്യം മനസ്സിലായി, ഞാൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക എന്ന് മനസ്സിലായി. അപ്പൊ ഗവൺമെന്റ് പറയുന്നതെന്ന് വെച്ചാൽ അല്ലെ ഇൻകം ടാക്സ് അതോറിറ്റി പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ആർക്കാണോ ഞാൻ ഇത് കൊടുക്കുന്നത്, ഇപ്പൊ സെല്ലർ എന്താണ് ബയറിലോട്ട് ഈ സെക്യൂരിറ്റി കൊടുക്കുവാണ്. എന്തിനു വേണ്ടി? ടാക്സ് ഇവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുക്കുവാണ്. അപ്പൊ ഈ സെല്ലർ ഇപ്പൊ കൊടുക്കുവാണെങ്കിൽ ഇപ്പൊ ട്രാൻസ്ഫർ റീഅക്വയർ ഞാൻ കൊടുത്തിട്ട് തിരിച്ചു വാങ്ങിക്കുക. ഞാൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും റീഅക്വയർ ചെയ്യുമ്പോഴും ഗവൺമെന്റ് എന്താണ് കരുതുന്നത്, ഇൻട്രസ്റ്റിന്റെ ടാക്സ് പേ ചെയ്യേണ്ട ആരായിരിക്കണം എന്നാണ് പറയുന്നത് ഗവൺമെന്റ്, സെല്ലർ തന്നെ ആയിരിക്കണം. ഇപ്പൊ ഞാൻ ടാക്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ആ സെക്യൂരിറ്റീനെ ഞാൻ ബയറിന്റെ കയ്യിലോട്ട് കൊടുക്കുവാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടാക്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ കൊടുക്കാതിരിക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഗവൺമെന്റ് പറയുന്നത് ഓക്കെ നീ സെക്യൂരിറ്റി കൊടുത്തോ അല്ലെങ്കിൽ റീഅക്വയർ ചെയ്തോ എന്താണെങ്കിലും ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിന്റെ ടാക്സ് പേ ചെയ്യേണ്ട വ്യക്തിയായിട്ട് ഗവൺമെന്റ് കണക്കാക്കപ്പെടുന്ന ആരെയായിരിക്കും? സെല്ലറിനെ തന്നെ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു തിയറി പാർട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് മൈൻഡിൽ വെക്ക്, ഓൺ വേർഡ്സിലെങ്കിലും എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് പ്രോബ്ലംസിലോട്ട് കടക്കാം. നമുക്കൊരു കുഞ്ഞു പ്രോബ്ലം ചെയ്യാം. ഏതാന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇവിടെ ഒരു 4 ഐറ്റംസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആൻസർ പ്രസന്റേഷൻ എങ്ങനെയാണെന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തെങ്കിലും പോയി എഴുതിയാൽ ചിലപ്പോൾ മാർക്ക് കിട്ടും, പക്ഷെ പ്രസന്റേഷനിലാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഇടുമ്പോൾ ആദ്യം എഴുതേണ്ട കാര്യം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം അതർ സോഴ്സസ് ഫോർ ദ അസസ്മെന്റ് ഇയർ 2018-19. അസസ്മെന്റ് ഇയർ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുക, അത് കൃത്യമായിട്ട് നോക്കിയിട്ട് തെറ്റാതെ എഴുതുക. അപ്പൊ എന്താണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്നുള്ളതിന് ഒരു ഹെഡിങ് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ഐറ്റംസ് എഴുതുക, എമൗണ്ട് കോളം എഴുതുക. എമൗണ്ട് ചുമ്മാ AMOT എമൗണ്ട് എഴുതാതെ റൂപ്പി സൈൻ, നമ്മുടെ റൂപ്പി സൈൻ കാണിക്കുക. അല്ലെങ്കിൽ എമൗണ്ട് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റ് അകത്തെങ്കിൽ റൂപ്പി സൈൻ ഇടേണ്ടി വരും. അപ്പൊ ഇനി നമുക്ക് ഫസ്റ്റ് ഐറ്റം നോക്കാം. ഡിവിഡൻഡ് ഫ്രം A ലിമിറ്റഡ് ₹6,000, 6000 രൂപ നമുക്ക് A ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് ആയിട്ട് കിട്ടുന്നു എന്ന് പറയുവാണെങ്കിൽ ഇതിന് നമ്മൾ ടാക്സ് കൊടുക്കണോ വേണ്ടേ? അപ്പൊ ഞാൻ ഇവിടെ എഴുതുന്നത് ടാക്സബിൾ ഇൻകം ആണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇവിടെ 6000 രൂപയ്ക്ക് ടാക്സ് കൊടുക്കണോ വേണ്ടേ? ഞാൻ മുമ്പേ പറഞ്ഞു ഡിവിഡൻഡ് from an Indian company or a domestic company up to ₹10,000 is exempted under section 10 subsection 34. section 10 subsection 34 അനുസരിച്ച് ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കമ്പനിക്ക് 10 ലക്ഷം രൂപ വരെ ടാക്സ് കൊടുക്കണ്ട. അപ്പൊ ഇവിടെ A ലിമിറ്റഡ് എന്ന് പറയുമോ അല്ലെങ്കിൽ B ലിമിറ്റഡ് എന്ന് പറയും, ഇതൊക്കെ നമുക്ക് എന്തായിട്ട് കരുതപ്പെടാം? ഇന്ത്യൻ കമ്പനി ആയിട്ട് തന്നെ നമുക്ക് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കമ്പനി ആയിട്ട് തന്നെ കരുതപ്പെടാം. അപ്പൊ നമുക്ക്
ഇതിന് ടാക്സ് കൊടുക്കണ്ട. സോ ഇറ്റ് ഈസ് exempted. And second one is the B limited. B limited 9,000 rupees ആണ് നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് റിസീവ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ ടാക്സ് കൊടുക്കണോ വേണ്ടേ? ഇറ്റ്സ് നോട്ട്, ടാക്സ് ഇസ് നോട്ട് പേയബിൾ. അപ്പൊ ഇതെന്താണ്? ഇത് എക്സംപ്റ്റഡ് ആണ്. ആൻഡ് തേർഡ് ഇസ് ഇന്ററിം ഡിവിഡൻഡ്. ഇന്ററിം ഡിവിഡൻഡ് എന്താന്ന് പറഞ്ഞ് ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പേ ചെയ്യുന്ന ഡിവിഡൻഡിനാണ് നമ്മൾ ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ടാക്സ് കൊടുക്കണോ? ഈ നോർമൽ ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇന്ററിം ഡിവിഡൻഡ് ആണെങ്കിലും ഏത് കമ്പനിന്നാ വരുന്നത് നോക്കണം. ഇഫ് ഇറ്റ് ഇസ് എൻ ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കമ്പനി, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ടാക്സ് കൊടുക്കണ്ട. അപ്പൊ ഇവിടെ 2000 രൂപയാണ്, വിച്ച് ഇസ് ബിലോ rupees 10 lakh rupees. അപ്പം ഇതിന് നമ്മൾ ടാക്സ് കൊടുക്കണ്ട. സോ ഇറ്റ് ഇസ് എക്സംപ്റ്റഡ്. ലാസ്റ്റ് എന്ന് പറയുന്നത് ഗോൾഡ് ഫ്രം കേരള ലോട്ടറി 1 lakh rupees നമുക്ക് കേരള ലോട്ടറിയിൽ നിന്ന് നമുക്ക് ഗോൾഡ് ആയിട്ട് കിട്ടി 1 ലക്ഷം രൂപ വരെ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന് ടാക്സ് കൊടുക്കണോ വേണ്ടേ? യെസ്, ഇറ്റ് ഈസ് ടാക്സബിൾ. നമ്മൾ ഈ 1 lakh rupees എഴുതും. കാര്യം എന്താണ്? കേരള ലോട്ടറി എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ നമ്മുടെ ടാക്സബിൾ ആണ്. ഇത് നമ്മൾ 30% TDS കട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആളുടെ കൊടുക്കുന്നത്. അപ്പൊ ഈ TDS ഒക്കെ കട്ട് ചെയ്തിട്ട് പുള്ളിക്കാരന്റെ കയ്യിൽ കിട്ടിയത് 1 ലക്ഷം രൂപയാണ്. അപ്പം the 1 lakh rupees is taxable. അപ്പൊ നമുക്ക് എത്രയാണ് ഇൻകം ഫ്രം അതർ സോഴ്സസ് അങ്ങനെയാണെങ്കിൽ കിട്ടുന്നത്? ഇൻകം ഫ്രം അതർ സോഴ്സസ് നമുക്ക് 1 lakh rupees ആണ് കിട്ടുന്നത്. സോ ദിസ് ഇസ് ഹൗ വി കമ്പ്യൂട്ട്. ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇതിന്റെ താഴെ ഒരു കുഞ്ഞു നോട്ട് കൂടെ കൊടുക്കാൻ നോക്കണം. നോട്ട് എന്ന് പറഞ്ഞ് എഴുതണം. ഇപ്പൊ ഞാൻ ഇവിടെ മുകളിൽ പറഞ്ഞ സംഭവം എന്താണ്? 10 ലക്ഷം രൂപ എക്സെപ്റ്റഡ് ആണ്. സെക്ഷൻ 10 സബ്സെക്ഷൻ 34 ഈ എക്സംപ്ഷൻ വരുന്നത് എന്നുള്ള കാര്യം നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ഒബിയസ്ലി പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് എഴുതി ചേർക്കാൻ കഴിയത്തില്ല. അപ്പൊ താഴെ നമ്മൾ നോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്പർ 1 എന്ന് പറഞ്ഞിട്ടിട്ട് നമ്മൾ എഴുതേണ്ടതെന്ന് പറയുന്നത് എന്താണ്? ഡൊമസ്റ്റിക് കമ്പനി അപ് ടു ₹10 lakh ഇസ് എക്സെപ്റ്റഡ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 34 എന്ന് പറഞ്ഞ് എഴുതണം. ഇന്ത്യൻ കമ്പനി ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറഞ്ഞ് എടുത്ത് എഴുതണം. എന്നിട്ട് ഈ നോട്ട് നമ്പർ നമ്മളിവിടെ മെൻഷൻ ചെയ്യണം. നോട്ട് നമ്പർ 1 നമ്മൾ ഈ ഐറ്റത്തിന് ഒരു നോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന് നോട്ട് 1 ആപ്ലിക്കബിൾ ആണ്, അങ്ങനെ കാണിക്കണം. അതുപോലെ കേരള ലോട്ടറി അത് നമ്മൾ എഴുതണം. അതിനൊരു കുഞ്ഞ് നോട്ട് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതും എഴുതണം. സോ ഇതിന് നോട്ട് നമ്പർ 1 ആപ്ലിക്കബിൾ ആണ് ഇന്ററിം ഡിവിഡൻഡിന്. ഇതുപോലുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ ആണെങ്കിൽ ഒരു 80-90 മാർക്സ് ആയപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. അപ്പോൾ എപ്പോഴും പ്രസന്റേഷൻ ശ്രദ്ധിക്കുക. എപ്പോഴും പ്രൊഫഷണൽ രീതിയിൽ വേണം ആൻസർ പ്രസന്റേഷൻ നമ്മൾ കൊടുക്കേണ്ടത്. നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. ഇതിൽ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രസന്റേഷൻ അതുപോലെ തന്നെ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം അതർ സോഴ്സസ് ഫോർ ദ അസസ്മെന്റ് ഇയർ 2018-19 ആണ്. ഇനി നമുക്ക് ഐറ്റംസ് നോക്കാം. ഏതൊക്കെ എമൗണ്ട് ആണ്, എത്രയൊക്കെ എമൗണ്ട് വെച്ചിട്ടാണ് ടാക്സ്. ഫസ്റ്റ് ഇസ് വിന്നിംഗ് ഫ്രം ഹോഴ്സ് റേസർ. ഹോഴ്സ് റേസർ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ ഹോഴ്സ് റേസ്, ബെറ്റിംഗ്, ഗാംബ്ലിംഗ്, ഇങ്ങനെയുള്ള ക്രോസ് വേർഡ് പസിൽസ്, ഇതിലൊക്കെ 30% TDS. ഞാൻ 30% നമുക്ക് ടാക്സ് കുറച്ചിട്ടാണ് നമ്മുടെ കയ്യിൽ, TDS കുറച്ചിട്ടാണ് നമ്മുടെ കയ്യിൽ എമൗണ്ട് തരുന്നത്. അപ്പം ഇവിടെ എന്ന് പറയുന്നത് 30% എന്ന് പറയുന്നത് 70,000 ആണ്. 70,000 30% ടാക്സ് കൊടുക്കുന്നത്. 70,000 into 100/70. 100 30% പോയി എത്രയാണ്? 70%. അപ്പൊ അതിനെ നമ്മൾ തിരിച്ചിടണം 100/70. അപ്പൊ നമുക്ക് എത്ര രൂപ കിട്ടും? 1 ലക്ഷം രൂപ കിട്ടും. അതാണ് ഇൻകം ഫ്രം അതർ സോഴ്സസിന്റെ അകത്ത് വരേണ്ടത്. അല്ലാതെ വിന്നിംഗ് ഫ്രം ഹോഴ്സ് റേസ് 70,000 ആണെന്ന് കേട്ട ഉടനെ അതിനെ ചാടിക്കൊണ്ട് അവിടെ എഴുതരുത്. എത്ര ശതമാനമാണ് TDS കൊടുത്തിരിക്കുന്നത് നോക്കണം. അതിന്റെ പെർസെന്റേജ് കുറച്ചിട്ട് എത്രയുണ്ട്? 70%. അപ്പൊ 70,000 into 100/70 എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 lakh rupees ആണ് കിട്ടുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് റോയൽറ്റി ഇൻകം ₹50,000. നമ്മൾ അത് അതുപോലെ തന്നെ എഴുതും, ബിക്കോസ് ഇറ്റ് ഇസ് ടാക്സബിൾ ആണ് 50,000. നെക്സ്റ്റ് ആയിട്ട് എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ FD. നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നപ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടിയ പലിശ 5,000 ആണ്. ആ എമൗണ്ടും എന്താണ്? ഇൻകം ഫ്രം അതർ സോഴ്സസിന്റെ അകത്ത് ടാക്സബിൾ ആയിരിക്കും. എപ്പോഴും ഐറ്റംസ് ആയിട്ട് എപ്പോഴും ഫെമിലിയർ ആവുക. ആൻഡ് ഫോർത്ത് ഇസ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ്. ബ്രാക്കറ്റിന്റെ അകത്ത് ക്വസ്റ്റ്യനിൽ ഗ്രോസ് എന്ന് കൊടുത്തിരിക്കും. അത് കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഗ്രോസ് എന്ന് ഉദ്ദേശിക്കുന്ന ടോട്ടൽ എന്നാണ്, അല്ലാതെ വേറൊന്നും വേണ്ടത് ചെയ്യാൻ. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സും അതും ഒബ്വിയസ്ലി ടാക്സബിൾ ആണ്. ദാറ്റ് ഇസ് 10,000 rupees. ഇനി നമുക്ക് ക്വസ്റ്റ്യനകത്ത് എക്സ്ട്രാ ഒരു ഐറ്റം തന്നിരിക്കുന്നത് വെച്ചാൽ ഇൻട്രസ്റ്റ് ആൻഡ് ലോൺ.
50,000 രൂപയുടെ ലോണിന് 10% ഇൻട്രസ്റ്റ് വെച്ച് കൊടുക്കണം. അപ്പം അത് പിന്നെ ഒരു ഐറ്റം കൂടി തന്നിട്ടുള്ളത് കളക്ഷൻ ചാർജസ് 250. അപ്പൊ ഇതിൻ്റെ അകത്ത് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് അലോ ചെയ്യാൻ പറ്റുന്ന 2 ഐറ്റംസ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ലോണ് അതുപോലെ കളക്ഷൻ ചാർജസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ മൊത്തം എമൗണ്ടിന് ഞാൻ ടാക്സ് കൊടുക്കണ്ട, ഇതിൽ നിന്ന് എനിക്ക് കുറച്ച് എക്സ്പെൻസ് കൂടെ കുറയ്ക്കാൻ പറ്റും. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. അപ്പം ഇത്ര എഴുതിയിട്ട് ഇതിനെ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? 65. 1,65,000 rupees ആണ് കിട്ടുന്നത്. അപ്പം അതിൽ നിന്ന് എനിക്ക് എക്സ്പെൻസ് കുറയ്ക്കാം. ഈ 2 ഐറ്റംസ് ആണ്. അപ്പൊ അതിന്റെ ലെസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ഇൻട്രസ്റ്റ് ഓൺ ലോൺ 50,000, 50,000 രൂപയുടെ 10% എന്ന് പറയുന്നത് 5,000 ആണ്. അതിനെ ബ്രാക്കറ്റ് ഇടുക. നിങ്ങൾ എപ്പോഴും കണക്ക് ചെയ്യുമ്പോൾ കുറയ്ക്കാനുള്ള എമൗണ്ട് എപ്പോഴും ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇടുക. അപ്പോൾ കാൽക്കുലേഷൻ ടൈമിന് മിസ്റ്റേക്ക് വരത്തില്ല. കാണുന്ന എക്സാമിന് പേപ്പർ ചെക്ക് ചെയ്യുന്ന ആൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. പിന്നെ കളക്ഷൻ ചാർജസ്, എനിക്ക് കളക്ഷൻ ചാർജസ് ആയിട്ട് എനിക്ക് വന്ന എക്സ്പെൻസ് 250 രൂപയാണ്. അതും എനിക്ക് എക്സ്പെൻസ് ആയിട്ട് കാണിച്ച് എനിക്ക് ഈ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാൻ കഴിയും. അപ്പം 250.